ഇവിടെ കാടിൻ്റെ സൈഡിലൊക്കെ കൊണ്ട് വണ്ടി വെക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലാന്ന് പറയുന്നു. പോയി നോക്കാം നമുക്ക്. ഇയാളത് ഇതിലേക്ക് വലിഞ്ഞ് കയറുന്നത്. നല്ല വഴുക്കലുണ്ട്. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിത് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചായിരുന്നു, നമ്മൾ കാലാങ്കിയിലെത്തി. കണ്ണൂർ ഇരിട്ടിയിലുള്ള കാലാങ്കിയിലേക്ക് നമ്മൾ വന്നത് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചായിരുന്നു. അത് കാണാത്തവരത് കണ്ടു നോക്കുക. ഇപ്പം നമ്മളിത് താമസിക്കുന്ന വീടിൻ്റെ ബാക്ക് വശത്താട്ടോ. നമ്മളിവിടെ വന്നത് ഇവിടെ അലക്കല്ല് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കുറച്ച് ദിവസം ഇനി താമസിക്കാൻ പോകുന്നത് ഈ വീട്ടിലാട്ടോ. വന്ന ഉടനെ നമ്മൾ ഇത് തുണിയൊക്കെ അലക്കി സെറ്റായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം കണ്ടു, ഇവിടെയൊക്കെ മെയിനായിട്ട് കൃഷി കാര്യങ്ങളൊക്കെയാണ്. റബ്ബറുണ്ട്, അതുപോലെ തന്നെ ഇവിടെ കപ്പ കാര്യങ്ങളൊക്കെ ഉണ്ട്. താഴെ 2 കുളമുണ്ട്. മെയിനായിട്ട് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മൊത്തം മലയും കുന്നും കോടയും മഞ്ഞും പുഴ അരുവികൾ അങ്ങനെയുള്ള ഓരോരോ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ, ഫോറസ്റ്റ് ഉണ്ട്, കർണാടക ഫോറസ്റ്റാണ്. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാഴ്ചകളൊക്കെയാണ് ഇവിടുത്തെ മെയിനായിട്ട് കാലാങ്കിലെ. ഇപ്പോൾ ഞാൻ ഈ വീടിൻ്റെ നമ്മൾ ഈ വന്ന വഴിക്കും ചുറ്റുവട്ടത്തുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. കാലാങ്കി മെയിൻ ടോപ്പിലെ കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് കേട്ടോ. അതേ മോൾ ഭാഗമൊക്കെ ഇങ്ങോട്ടൊക്കെ ഫുള്ള് കോടയിൽ മൂടി കിടക്കുക. ഇവിടുന്ന് തന്നെ നോക്കിയാൽ ഇത് മല കാണാൻ പറ്റും. എന്തായാലും അടിപൊളി കാഴ്ചകളായിരിക്കും കാലാങ്കിയിലെ. ഞാൻ വന്ന ഉടനെ തന്നെ അതേ നമ്മുടെ തുണിയൊക്കെ അലക്കിയിട്ടിട്ടുണ്ട്. എവിടെ ജ്യോതിഷ് ബാ, പുള്ളിക്കാരൻ നമുക്ക് നാടൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. താഴെ ഇറങ്ങല്ലേ? താഴെ ഇറങ്ങിയിട്ട് പോവാം. താഴെ എന്തോ ചെറിയ 2 കുളം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. കുളമല്ലേ, ചെറിയ തോട്. ഇവിടുത്തെ മെയിനായിട്ടുള്ളതുണ്ടോ, ഇപ്പം ഒന്ന് മഴ ചോർന്നപ്പോഴാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. മോൾഭാഗമൊക്കെ കോടയിൽ മൂടി. ഇതേതാ മല? ഇതും കാലാങ്കി അതിൻ്റെ ഭാഗം. ഇതുണ്ടോ അങ്ങോട്ടേക്ക്? അവിടെ ആ മലേൻ്റെ ടോപ്പ് ഭാഗമൊക്കെ കോടയിൽ മൂടിക്കിടക്കുന്ന കാണാം. നമ്മളെന്തായാലും അതിൻ്റെ മുകളിൽ പോയിട്ട് നമ്മൾ വീഡിയോ ചെയ്യും കേട്ടോ. അടുത്ത വീഡിയോ അതായിരിക്കും. നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. പണ്ട് നമ്മൾ വീഡിയോയിൽ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. നടന്നു. അപ്പോൾ ഇതാണ് ഇവരുടെ വീട്. ഈ വീടിൻ്റെ താഴ്ഭാഗത്തായിട്ട് കുറച്ച് സെറ്റപ്പിലുള്ള എന്തൊക്കെയോ ഉണ്ട്. തോടോ കുളമോ എന്തൊക്കെയോ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കൊന്ന് പോയി നോക്കാം. ഇത് പഞ്ചായത്ത് ജലനിധി ടാങ്ക് അല്ലേ? ഇവിടെ ഒന്നും ഒരിക്കലും വെള്ളത്തിൻ്റെ ഒരു ക്ഷാമം ഉണ്ടാവില്ല അല്ലേ? ഫുൾ ടൈം വെള്ളം ഉണ്ടാവും. നല്ല നാച്ചുറൽ വെള്ളം. ഈ കണ്ടില്ലേ, ഈ തോട് തന്നെ ഈ മലേൻ്റെ മുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ്. അതുപോലെ അപ്പുറത്തെ സൈഡിലുണ്ട്, കാണിച്ചു തരാം. ഫുൾ നാച്ചുറലാണ്. അതെ, കപ്പ കൃഷിയൊക്കെ ഉണ്ട്. ഇതുണ്ടോ? എന്ത് സെറ്റപ്പുള്ള കുളം? ഇതൊരു സെറ്റപ്പ് ഇത്ര താഴ്ചയുള്ള കുളത്തിന് വേനൊക്കെ അതുപോലെ വെള്ളം ഉണ്ടാവും. ഇത് ഇവിടെ ഒരു ചെറിയൊരു കുളം കാണാം. ഈ വെള്ളം എന്തിനാണ് യൂസ് ചെയ്യുന്നത്? കൃഷിക്കാണോ കുടിക്കാൻ? ഇതെന്താ സംഭവം? ഇതുണ്ട്, ചെറിയ രീതിയിലുള്ള ഒരു കുളമാണ്. വേനൽക്കാലത്തും ഇതിനകത്ത് ഇങ്ങനെ തന്നെ വെള്ളം ഉണ്ടാവുന്ന പറയുന്നത് അല്ലേ? കണ്ടോ, ഇങ്ങനത്തെ കുളം വേറെ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു റിങ്ങിൻ്റെ അത്ര ഉള്ള ഇതേ ഉള്ളൂ. ഒരു റിങ്ങിൻ്റെ താഴ്ചയേ ഉള്ളതാണ്. പക്ഷെ അതിൽ നിന്ന് വരുന്ന വെള്ളം കണ്ടില്ലേ? ആ വെള്ളമാണ് താഴേക്ക് പോകുന്നത്. കൃഷിക്കും മറ്റേ പൈപ്പൊക്കെ വെച്ച് എടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് കാലാങ്കിയിലെ ഒരു പ്രത്യേകത. മൊത്തം നാച്ചുറലാണ്. ഒരു പക്ഷേ കണ്ണൂരുകാരൊന്നും അധികം പേര്, നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ തന്നെ ഒരുപാട് കണ്ണൂരുകാർ നമുക്ക് മെസ്സേജ് ചെയ്തൊക്കെ പറഞ്ഞാൽ ഇങ്ങനൊരു സ്ഥലം കണ്ണൂരുള്ളത്, ഇരിട്ടിക്കടുത്തുള്ളതൊന്നും അറിയാത്ത ഒരുപാട് പേരുണ്ട്. അറിയുന്നവരും ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വേറൊരു വെറൈറ്റി അനുഭൂതി ആട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ അതാ ഞാൻ ഇവിടെ കുറച്ച് ദിവസം ഇവിടെ വന്ന് താമസിക്കാമെന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ, മൊത്തം വേറൊരു വൈബാണ് ഇവിടെ. അപ്പോൾ നമ്മൾ തിരിച്ച് വീടിൻ്റെ അങ്ങോട്ട് തന്നെ കയറുക. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ അറിയോ? ഇവിടെ റേഞ്ചില്ല. നിങ്ങൾ ഒരിക്കലെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ റേഞ്ചൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് പോയിട്ട് ഇതുപോലുള്ളൊരു സ്ഥലത്ത് താമസിക്കണം എന്നൊക്കെ? ഇവിടെ റേഞ്ചില്ല ശരിക്കും പറഞ്ഞാൽ. ഇതിൻ്റെ മുകളിലോട്ട് കൊണ്ട് കയറി ഒരു പുള്ളിയങ്ങാണ്ട് കിട്ടും ചിലപ്പോൾ. പക്ഷേ റേഞ്ച് കാര്യമായിട്ട് വേണമെങ്കിൽ നമ്മൾ ടൗണിൽ പോകണം. ഇവരുടെ വീട് നിൽക്കുന്ന സ്ഥലം തന്നെ കണ്ടോ? അങ്ങോട്ട് നോക്ക്. അവിടെ മല, ഇവിടെ മല, ഇതിനിടയ്ക്കായിട്ട് ഒരു ചെറിയ വീട്. നല്ല ഫുള്ള് പച്ചപ്പിൽ, വേറൊരു ഭംഗിയില്ല ഇത് കാണാൻ. നോക്കി നോക്ക്, അടിപൊളിയല്ലേ? അപ്പോൾ ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ എൻ്റെ വണ്ടിയിൽ ഇവിടെ ഈ ചുറ്റുവട്ടത്തുള്ള പ്രദേശങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ഞാൻ കണ്ടിട്ടുണ്ട്, നമുക്ക് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് പോവാം കേട്ടോ. ഇവിടെ റോഡ് സൈഡ് നമ്മൾ വരുന്ന വഴിക്ക് തന്നെ കണ്ട ചെറിയ ചെറിയ അരുവികളും പുഴകളൊക്കെ ഉണ്ട്.
ചെറിയ വെള്ളച്ചാട്ടമൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമുക്ക് നോക്കി നോക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇന്ന് 6 മണിക്ക് എൻ്റെ ഒരു വീഡിയോ ഇടുന്നുണ്ട്, നമ്മുടെ പാലൂർ കോട്ടൻ്റെ വീഡിയോ. അന്നാട്ടോ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ 6 മണിയാകുമ്പോഴത്തേക്ക് ഇൻ്റർനെറ്റ് ഉള്ള എവിടെയെങ്കിലും എത്തിപ്പെടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൂടെ പോവാണ്. പിന്നെ കുക്കിങ്ങൊക്കെ മൂപ്പര് തന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് കുക്കിംഗ് ഒന്നും അറിയത്തില്ല. ചെയ്യൂലേ കുക്കിങ്ങൊക്കെ? ഇവിടെ നല്ല നാടൻ കപ്പയൊക്കെ കിട്ടും അല്ലേ? ഇവിടുത്തെ തന്നെ നല്ല കപ്പയൊക്കെ ഉണ്ട്. കപ്പയൊക്കെ വെക്കാനറിയാം. കപ്പയൊക്കെ വെച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വെച്ച് തന്നാൽ മതി. അപ്പോൾ അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങുകയും കൂടെ വേണം. അപ്പോൾ എന്തായാലും അടിപൊളിയല്ലേ ഇതൊക്കെ? എന്തായാലും നമുക്ക് ഇവിടെ ഉള്ള കുറച്ച് കാഴ്ചകളൂടെ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ കാടിൻ്റെ സൈഡിലൊക്കെ കൊണ്ട് വണ്ടി വെക്കുന്നുണ്ട്. എന്നോട് ഇറങ്ങാൻ പറഞ്ഞു. എന്താ അറിയില്ല, എന്താ സംഭവം? എന്താ ഇവിടെയോ? ഇവിടെ എന്തോ ഒരു ചെറിയ വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞതുണ്ടോ? ഇതിൻ്റെ ഉള്ളിലാന്ന് പറയുന്നു. പോയി നോക്കാം നമുക്ക്. ഇവിടെ മെയിനായിട്ട് പറങ്കീൻ്റെ കൃഷി കേട്ടോ. പറങ്കി മാവൊക്കെയാണ് ഇവിടെ മെയിനായിട്ട് കൃഷി. ഇതുണ്ടോ, ഇത് മൊത്തം പറങ്കി മാവുകളാണ്. പിന്നെ നമ്മുടെ സാധാ മാവും ഉണ്ട്, മാങ്ങേൻ്റെ. ഏറ്റവും കൂടുതൽ എന്നാലും പറങ്കിയാണ്. കാലാങ്കി മൊത്തത്തിൽ പറങ്കീൻ്റെ ഒരു ഏരിയയാണെന്ന് തോന്നുന്നു. ഇവിടെ നിന്നുള്ളൊരു കാഴ്ച നോക്കിയേ. ഇതുണ്ടോ പൊളി. അവിടെ ഒരു വെള്ളച്ചാട്ടം കാണാം. ഇത് പൊളിയാട്ടോ. നമുക്ക് ഒരു ദിവസം ഇവിടെ വന്ന് കുളിക്കാം. എന്തായാലും ഇവിടെ കുറച്ച് ദിവസം ഉണ്ടാവും. നമുക്ക് ഇവിടെ ഒരു ദിവസം വന്ന് കുളിക്കാം കേട്ടോ. ഒരു ദിവസം ഇവിടെ വന്ന് കുളിക്കണമെന്ന്. നല്ല തെന്നലുണ്ട് കേട്ടോ. തെന്നി അടിച്ച് വീഴും. ഞാൻ ദേ ഈ ചെപ്പല ഇട്ടേക്കുന്നത്. വിജാതി ട്രക്കിങ് ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. അപ്പോൾ വീണേനെ. ഇയാളത് ഇതിലേക്കാണ് വലിഞ്ഞ് കയറുന്നത്. ഈ ക്യാമറ പിടിച്ചോ, എന്നെ ഷൂട്ട് ചെയ്തോ, ഞാൻ കയറി വന്നോളാം. ആൾക്കാർ വരണോളാണോ അവിടെ വരുന്നോ? പുള്ളി അതിലേക്ക് പിടിച്ച് വലിച്ച് കയറിയൊക്കെ അങ്ങോട്ട് പോയിട്ടോ, അപ്പുറത്തെ സൈഡിൽ. അവിടെ എന്താ? ഞാൻ വരുന്നില്ല, വീഴും. ഞാനിപ്പോൾ അവിടുന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നതാ. ഇനി വെള്ളത്തിൽ വീണാലേ സീനാവും. ഒന്നാമത് ചെപ്പല, എന്തായാലും തെന്നി വീഴും. നമുക്ക് എന്തായാലും കുളിക്കാൻ ഒരു വട്ടം ഇവിടെ വന്നിട്ട് ഇതിൻ്റെ അടിയിൽ ഇരുന്ന് കുളിക്കാൻ പറ്റും. ഇവിടെ അത്യാവശ്യം ആഴമൊക്കെ ഉണ്ട്. ഇതുണ്ടോ വെള്ളച്ചാട്ടം കണ്ടോ? അടിപൊളിയല്ലേ? നോക്കി, അവിടെ ഒരു ചെറിയ തട്ടുണ്ട്, ഇതൊരു വലിയ തട്ടാട്ടോ. നല്ല അടിപൊളിയൊരു വെള്ളച്ചാട്ടം. ഇതൊന്നും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാലാങ്കി കാണാൻ വന്നപ്പോൾ ഇതൊന്നും കണ്ടില്ലായിരുന്നു. ഇട്ടിട്ട് നീന്തിപ്പോ അതിന് മണ്ടേ കിടക്ക്. കിടന്നിട്ട് ഇങ്ങനെ തൊഴ. അതിന് മണ്ടേ കിടക്ക്. നമുക്ക് എന്തായാലും ആ സൈഡൊന്ന് പോവാം. ആദ്യം ചെരുപ്പുണ്ട് ഊരിടാം. പിന്നെ ഫോണും സാധനമൊക്കെ നമുക്ക് ഇവിടെ വെക്കാം. ആ സൈഡിൽ പോയാലേ നല്ല വ്യൂ എന്നാണ് മൂപ്പര് പറയുന്നത്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അടിയിൽ ഫുള്ള് പാറ കേട്ടോ. നല്ല വഴുക്കലുണ്ട്. പക്ഷെ മുട്ടിന് എത്ര വെള്ളമേ ഉള്ളൂ. ഇവിടുന്നുണ്ടോ നമ്മൾ ഇതിൻ്റെ നടുവിലെത്തിയിട്ടോ. അടിപൊളിയല്ലേ വെള്ളച്ചാട്ടം? എങ്ങനെയുണ്ട്? നമുക്കിവിടെ എന്തായാലും വന്നൊന്ന് കുളിക്കണം. പൊളിയല്ലേ?
വന്നു കേട്ടോ. അതിലെ നടന്ന് ഇപ്പോൾ എത്തി. ഇതുണ്ടോ, ഇവിടെ നല്ല കറക്റ്റ് വ്യൂ ആണ് വെള്ളച്ചാട്ടത്തിൻ്റെ. അടിപൊളിയല്ലേ ഇതുണ്ടോ? താഴോട്ടുള്ള വ്യൂ നോക്കിയൊക്കെ പൊളിയാട്ടോ. എന്തായാലും ഇവിടെയൊക്കെ സൂക്ഷിക്കണം, കാരണം ഇവിടുന്ന് വീണ് കഴിഞ്ഞാൽ ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് സീനാണ്. നല്ല സൂക്ഷിച്ച് പോകാം. നമ്മളിത് അങ്ങനെ അവിടുന്ന് വന്നിട്ട് അവിടെ നിന്നിട്ട് നമ്മൾ ഈ വെള്ളച്ചാട്ടം കണ്ടത്. പിന്നെ അതിങ്ങനെ ക്രോസ് ചെയ്ത് ഇവിടെ വന്നു, പിന്നെ ഇങ്ങനെ കയറി ഇവിടെ വന്നു കേട്ടോ. നമ്മളിപ്പോൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലാണ്. ഇവിടുത്തെ ചെറിയൊരു തട്ടും കാണാം. അടിപൊളിയല്ലേ? നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ അറിയത്തില്ല. ഇതിൻ്റെ നല്ല സൗണ്ട് ഉണ്ടാവും. ഇനി കൊണ്ട് ലാപ്പിൽ ഇടുമ്പോൾ അറിയത്തുള്ളൂ. വീണ്ടും ടാസ്ക് ആട്ടോ. ഇങ്ങോട്ട് വന്ന പോലെ ഇനി ഇത് തിരിച്ച് അങ്ങോട്ടൂടെ നടക്കണം. ഇങ്ങോട്ട് തന്നെ വന്നത് കുറേ കഷ്ടപ്പെട്ടിട്ടാണ്. ഈ ക്യാമറ കയ്യിൽ പിടിച്ചുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ നേരത്തെ അത് പോക്കറ്റ് ഇട്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നമുക്ക് അപ്പുറം ചെന്നിട്ട് കാണാം കേട്ടോ. അപ്പോൾ വെള്ളച്ചാട്ടം എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയല്ലേ? ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അടിപൊളിയാട്ടോ. ഇതിനകത്തൂടെ നടന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച അടിപൊളി. അതിൻ്റെ സൗണ്ട് ഉണ്ടോ ഇവിടെ വരെ കേൾക്കാം. നല്ല ഫ്രഷ് വെള്ളം, കർണാടകയിൽ നിന്ന് വരുന്നതാണ്. ദേ സ്ഥലം കണ്ടോ. കണ്ണൂർ വേറെ ഇഷ്ടംപോലെ സ്പോട്ടുകളുണ്ട്. ഒരുപാട് പേർക്ക് അറിയാവുന്ന വലിയ വലിയ ടൂറിസ്റ്റ് സ്പോട്ടുകളൊക്കെ. പക്ഷേ ഇതൊന്നും അത്ര പേർക്ക് അറിയാത്ത സ്ഥലങ്ങളാണ്. വൈ കാലാങ്കി എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായില്ലേ? നമ്മൾ അധികം പേരിൽ എത്താത്ത കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് അത് നിങ്ങളെ കാണിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടുള്ളൂ. ദേ മഴ ചാറാൻ തുടങ്ങി. ഞങ്ങൾ മുകളിലെത്തി. ഇനി താഴെ കുറച്ച് സ്ഥലം കൂടെ കാണാനുണ്ട്. മഴ പെയ്താൽ നമ്മൾ നാളെ ബാക്കി പോകുള്ളൂ. എന്തായാലും നമുക്ക് പോയി നോക്കാം. വിട്ടു നല്ല മഴ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ഇവിടെ തൽക്കാലം ഇതിനകത്ത് കയറി നിൽക്കുക. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നോക്കാം എന്തായാലും. ദേ മഴ വരുന്നുണ്ട്. ഇവിടുത്തെ വീടുകളൊക്കെ കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. നല്ല പച്ചപ്പിൻ്റെ ഉള്ളിൽ ഓരോരോ വീടുകൾ അടുപ്പിച്ച് അധികം വീടുകളൊന്നുമില്ല. ദേ ഈ വീടൊക്കെ കണ്ടോ, ഫുള്ള് പച്ചപ്പിൻ്റെ ഉള്ളിൽ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ഒരു വീട് സെറ്റപ്പ് സ്ഥലമാണ്. ദേ മഴ കനത്തു കേട്ടോ. മഴ നന്നായിട്ട് പെയ്യാൻ തുടങ്ങി. അപ്പോൾ അതേ മഴയൊന്നും ചോർന്നിട്ടുണ്ട്. സമയം 5:30. ഇരുട്ടുന്നതിന് മുമ്പ് നമുക്ക് പോയിട്ട് ഇതിൻ്റെ താഴെ ഒരു സ്ഥലം കൂടെ ഉണ്ട്. ഒരു 2 പുഴ 2 അരുവികൾ വന്ന് ചേരുന്നൊരു സ്ഥലം. അതുകൂടെ ഒന്ന് കണ്ടിട്ട് നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ ഈ വീഡിയോ. അപ്പോൾ അതെ ഇവിടെ 2 അരുവികൾ വരുന്നുണ്ട്. രണ്ടും കർണാടക ഫോറസ്റ്റിൽ നിന്ന് ഉത്ഭവിച്ച് വരുന്നത്. അത് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങ് ദൂരം ഒന്നല്ല, ഇവിടുന്ന് നോക്കിയാൽ കാണാം. അതെ ആ കാണുന്ന മലയിൽ നിന്ന് വരുന്ന ഒരു അരുവിതേ അത്, അതുപോലെ ഇവിടുന്ന് വരുന്ന ഒരരുവിതേ അത്. ഇത് രണ്ടും കൂടെ ചേരുന്നൊരു സ്ഥലമാട്ടോ. കാലാങ്കിൽ ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. കണ്ണൂരുകാർ ഒരുപാട് പേര് ഈ വീഡിയോ കാണും. നിങ്ങൾ കാലാങ്കിൽ ഒരിക്കലെങ്കിലും വന്ന് നോക്കണം. കാലാങ്കിൽ നമ്മൾ അന്ന് മലേൻ്റെ ടോപ്പിൽ പോയി ടെൻ്റ് അടിച്ച് നിൽക്കുന്നത് മാത്രമേ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതൊന്നും അല്ല കാലാങ്കിൽ. കാലാങ്കിൽ ഇഷ്ടം പോലെ വേറെ കാഴ്ചകളുണ്ട്. ഇതുണ്ടോ സ്ഥലം കണ്ടോ, നല്ല തണുപ്പ്. ഇപ്പോൾ ആ മഴയും കൂടെ പെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ആ മലേൻ്റെ മുകളിലൊക്കെ ഫുള്ള് കോടയായിരിക്കും. അതെന്തായാലും നമ്മൾ അടുത്ത വീഡിയോ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത വീഡിയോ നോക്കുക. ഇവിടുത്തെ അടിപൊളി കിടിലം കാഴ്ചകളും വേറെ ഇഷ്ടംപോലെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പുള്ളിക്കാരൻ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നിനിപ്പോൾ ഇരുട്ടായി, ഇന്നിനിപ്പോൾ വേറെ നേരമില്ല. സ്ഥലം എങ്ങനെയുണ്ട്? കാലാങ്കിലെ ഒരു ചെറിയൊരു ഭാഗം കേട്ടോ കാണിച്ചത്. ഇതിലും വലിയ വലിയ കാഴ്ചകൾ ഇനിയും കാണാനുണ്ട്. അപ്പോൾ എന്തായാലും ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് കാലാങ്കിൻ്റെ മറ്റു കാഴ്ചകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ ശരി.